കർത്താവിൽ പ്രിയരെ, ഈ ഭൂമിയിൽ ആദ്യം പാപം ചെയ്തത് ആദവും ഹവ്വയുമാണ്. എന്നാൽ അതിനു മുമ്പും പാപമുണ്ടായിരുന്നു. ആ കഥയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ദൈവം വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൂതനായിരുന്നു ലൂസിഫർ. അവന് ദൈവം സകലവിധ സൗഭാഗ്യങ്ങളും നൽകി. പക്ഷേ താനും ദൈവത്തെപ്പോലെയാണെന്ന് അവൻ അഹങ്കരിച്ചു. ഈ അഹങ്കാരത്തിൻ്റെ ഫലമായി അവൻ സാത്താനായി മാറി. മനുഷ്യരിലൂടെ ദൈവത്തോട് പ്രതികാരം ചെയ്യാൻ അന്ന് സാത്താൻ തീരുമാനിച്ചു. ആ പ്രതികാരത്തിന് അവനൊരു പേരുമിട്ടു: പാപം. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ജോബിയും ജോളിയും. ഹായ് പൂമ്പാറ്റ. ജോബി, അച്ഛന്റെ പ്രസംഗം കലക്കി അല്ലേ? അതെ ജോളി, സൂപ്പറായി. സാത്താൻ നമ്മളെയും വഴി തെറ്റിക്കോ ജോബി? നീ എന്തിനാ ജോളി പേടിക്കുന്നത്? നമ്മൾ ഉണ്ണീശോയുടെ മക്കളല്ലേ. ഉണ്ണീശോയുടെ മക്കളെ വഴിതെറ്റിക്കാൻ സാത്താൻ എങ്ങനെ കഴിയും? എങ്ങനെ കഴിയുമെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ജോബി, ജോളി, നിൽക്ക്, ഞാനും വരുന്നു. സാത്താന്റെ ദുഷ്ടത മനസ്സിലാക്കിയ ദൈവം ജോബിക്കും ജോളിക്കും സഹായത്തിനായി ഒരു മാലാഖയെ അയച്ചു. സെറാഫിൻ എന്നായിരുന്നു ആ മാലാഖയുടെ പേര്.
നീ ആരാ? ഞാനൊരു മജീഷ്യനാ. മജീഷ്യനോ? അതെ, നല്ല സെറ്റപ്പ് മജീഷ്യനാ. എന്നാ ഒരു മാജിക് കാണിക്കാമോ? മാജിക് ഒക്കെ കാണിക്കാം, പക്ഷേ നിങ്ങൾ എന്റെ കൂടെ കൂട്ടുകൂടണം. സമ്മതിച്ചോ? സമ്മതിച്ചു. ഇനി രണ്ടാളും കൈനീട്ട്. എന്തിനാ? ഒരു സൂത്രമുണ്ട്, കൈനീട്ട്. ഓം ഹ്രീം ഹ്രും. എടുത്താ പൊങ്ങാത്ത കേക്ക് വരട്ടെ. അയ്യോ, എന്ത് വലിയ കേക്ക്! ഇതെങ്ങനെയാ തിന്നു തീർക്കുന്നേ? എന്താ നിന്റെ പേര്? നിങ്ങൾ എന്നെ കുട്ടൂസ് എന്ന് വിളിച്ചാ മതി. കുട്ടൂസ്? ഇനി എപ്പോഴാ കുട്ടൂസിനെ കാണുന്നേ? എപ്പോഴും കാണാലോ, നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ. എന്നാ ഞങ്ങൾ പോട്ടെ കുട്ടൂസേ. മരവണ്ടന്മാര് ആ കേക്ക് തിന്നുന്നവരൊക്കെ പിന്നെ എന്റെ അടിമകളാ. അയ്യോ, കൊതിയുണ്ടാക്കി ഞാൻ അവരെ അടിമകളാക്കും. അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലേ. എന്ത് വലിയ കേക്കാ! ഈ കാക്കകളെ കൊണ്ട് തോറ്റു. ശല്യങ്ങള്. ഒന്ന് പോ കാക്കകളെ, ശല്യം ചെയ്യാതെ. ആരാ കരയുന്നത്? ആരോ കരയുന്നുണ്ടല്ലോ. വാ, നമുക്ക് നോക്കാം. അയ്യോ, എന്റെ പൊന്നു തമ്പുരാനെ, എനിക്ക് വിശന്നിട്ട് വയ്യേ. ആരെങ്കിലും ഇത്തിരി വെള്ളം തരുമോ? മുത്തശ്ശി എന്തിനാ കരയുന്നത്? ഞാനൊരു ഭിക്ഷക്കാരിയാ. ഇന്നാരും എനിക്ക് ഭിക്ഷ തന്നില്ല. അതിനാണോ മുത്തശ്ശി കരയുന്നത്? അല്ല, എനിക്ക് വിശന്നിട്ട്. ഇന്ന് ഞാനൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് ഭക്ഷണം തരാമോ മക്കളെ? നമുക്ക് ഈ കേക്ക് കൊടുത്താലോ? മുത്തശ്ശി ഈ കേക്ക് കഴിച്ചോ? അയ്യോ, വേണ്ട മക്കളെ, നിങ്ങൾ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ. അത് സാരമില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താ ഉണ്ണീശോയ്ക്ക് സന്തോഷമാകും. ഉണ്ണീശോയുടെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം. ഇത് കഴിക്കും മുത്തശ്ശി. കഴിച്ചോ? ഞാൻ സ്വപ്നം കാണുകയാണോ ജോബി? ഞാനും സ്വപ്നം കാണുകയാണോ ജോളി? ഭയപ്പെടേണ്ട, നിങ്ങളുടെ സഹായത്തിനു വേണ്ടി ദൈവം അയച്ചതാ എന്നെ. എന്താ മാലാഖയുടെ പേര്? സെറാഫിൻ. സെറാഫിൻ ഞങ്ങളെ എങ്ങനെയാ സഹായിക്കുന്നത്? എന്ത് സഹായത്തിനും ഞാനുണ്ടാകുമെന്നേ. എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് പ്രാർത്ഥിച്ചാൽ മതി. സാത്താന്റെ തട്ടിപ്പിൽ നിന്നും നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. സെറാഫിന് ചിറകുകൾ ഉള്ളതുകൊണ്ട് ചിത്രശലഭത്തെ പോലെ പറന്നു നടക്കാമല്ലേ? എന്താ, രണ്ടാൾക്കും പറക്കാൻ മോഹം തോന്നുന്നുണ്ടോ? പറക്കാൻ ആർക്കാ മോഹം തോന്നാത്തത്? എന്നാ വാ.
അയ്യോ സെറാഫിൻ, ഒരു വിമാനം വരുന്നു. പേടിക്കേണ്ട, നമുക്ക് വിമാനത്തിന് സൈഡ് കൊടുക്കാം. ജോബിയും ജോളിയും പള്ളിയിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അതെങ്ങനെയാ? വഴിയിൽ കാണുന്ന പൂക്കളോടും കിളികളോടുമൊക്കെ കിന്നാരം പറയാതെ വരില്ലല്ലോ. പപ്പ, മമ്മി. ഹാ, വന്നല്ലോ എന്റെ മക്കള്. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അല്ലേ ജോളി? അതെ, നമുക്ക് നല്ലൊരു കൂട്ട് കിട്ടി, സെറാഫിൻ. നേരെ ഒരുപാടായി. ഇനി രണ്ടാളും ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, സുഖിച്ചുറങ്ങിക്കോ. കേക്കിന്റെ സൂത്രം പാളിപ്പോയാലും ഈ കുട്ടൂസ് തോൽക്കില്ല. ഇനി ഞാനൊരു പുതിയ കളിയാ കളിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കൂട്ടുകാരെ വെച്ച്. ഈ കുട്ടൂസ് എങ്ങനെ ഇവരുമായി കൂട്ടുകൂടി? എന്തെങ്കിലും മാജിക് കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മഞ്ചാടിക്കുന്നിലേക്ക്. നമ്മൾ എന്തിനാ മഞ്ചാടിക്കുന്നിൽ പോകുന്നത്? അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഇതെന്താ കുട്ടൂസന്റെ കയ്യിൽ ഇരിക്കുന്നത്? അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാന്നേ. ഈ കുട്ടൂസിന്റെ ഒരു കാര്യം. മരവണ്ടന്മാര്, ഇതിലെന്തോ ചതിയുണ്ടല്ലോ. നമുക്ക് സെറാഫിനെ വിളിച്ചാലോ? ആ, വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹായ്, സെറാഫിൻ എത്തിയല്ലോ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹായ് കൂട്ടുകാരെ, പ്രൈസ് ദ ലോർഡ്. സെറാഫിൻ, ആ കുട്ടൂസ് ഞങ്ങളുടെ കൂട്ടുകാരെയും കൊണ്ട് മഞ്ചാടിക്കുന്നിലേക്ക് പോയിട്ടുണ്ട്. അതിൽ എന്തോ ചതിയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അതാ ഞങ്ങൾ സെറാഫിനെ വിളിച്ചത്. വാ, നമുക്ക് നോക്കാം. കൂട്ടുകാരെ, അതാണ് ചിത്രശലഭങ്ങളുടെ താഴ്വര. അതെന്താ കുട്ടൂസ് ആ പൊട്ടുകൾ പോലെ പറക്കുന്നത്?
അത് ചിത്രശലഭങ്ങളാ. പറക്കാൻ ചിത്രശലഭങ്ങളാകേണ്ട. ഇതാ ഈ സൂത്രം മതി. ഇതെന്താ കുട്ടൂസേ? ഇതാണ് പാരച്യൂട്ട്. ഇത് ദേഹത്ത് കെട്ടിയാൽ നിങ്ങൾക്കും ചിത്രശലഭങ്ങളെ പോലെ പറക്കാം. എന്നാ വേഗം കെട്ടിത്താ, എനിക്ക് പറക്കാൻ കൊതിയായി. എനിക്കും പറക്കണം. എനിക്കും പറക്കണം. മൂന്നാളും പറഞ്ഞു, ഞാൻ കെട്ടിത്തരാം. ലോകത്തിലെ ചില സുന്ദര കാഴ്ചകൾ കാണിച്ച് സാത്താൻ കുട്ടികളെ പറ്റിക്കുകയാ. അവരെ നശിപ്പിക്കാൻ അവന്റെ സൂത്രമാ. പഠിപ്പിക്കാം, കണ്ടോ? എന്താ സെറാഫിൻ? നീ ചെന്ന് അവന്റെ ആ പാരച്യൂട്ടുമേ ഒരു കുത്തുകുത്ത്. എന്തിനാ പാരച്യൂട്ടുമേ കുത്തുന്നത്? കണ്ണി തന്നെ കുത്താം. കണ്ണിൽ കുത്തിയ നട്ടലൊടിയുമോടാ മണ്ടൻ സൂചി. ഷോ, അത് ശരിയാ. ഈ പിള്ളേര് കൊള്ളാമല്ലോ സെറാഫിൻ. നീ പോയി പറഞ്ഞ ജോലി ചെയ്യ്. ഓക്കേ. നിങ്ങളെ ഇതുപോലെ നശിപ്പിക്കാനായിരുന്നു കുട്ടൂസന്റെ പ്ലാൻ. താങ്ക് യു സെറാഫിൻ. താങ്ക് യു. താങ്ക് യു. സെറാഫിൻ, ഞങ്ങൾക്കും ഒന്ന് പറന്നാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, പറന്നോ? പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത്. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു. സ്വന്തം ജീവിതത്തിന് തന്നെ അവർ കെണിവെക്കുന്നു.